ആ ദുർഗയ്ക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലാതാവും. അതല്ലേ നമുക്ക് വേണ്ടത്. അതെ അശ്വതേ, നീ കൂടുതൽ ആലോചിച്ച് കഷ്ടപ്പെടണ്ട. ഈ വീട്ടിലെ എല്ലാം നിനക്ക് സ്വന്തമാവാനും പൃഥ്വി നിന്റെ വരുതിയിൽ കൊണ്ടുവരാനും എല്ലാത്തിനും ഇത് തന്നെയാ നല്ലത്. എങ്ങനെയാണെങ്കി എന്ത് ചെയ്യും? അഞ്ജു, ഞാൻ പറയുന്നത് താൻ നല്ല സെൻസിലെടുക്ക്. എന്നിട്ട് വഴക്കുണ്ടാക്കാതെ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്ക്. എന്റെ 1-2 ക്ലയൻസ് ഇപ്പോൾ വരും. അവര് വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവണം. അഖില് വർക്ക് അറിയാവുന്ന ഒരു സ്റ്റാഫിന് അപ്പോയിന്റ്മെന്റ് ചെയ്തൂടെ? എന്തിനെങ്ങനെ എല്ലാ ജോലിയും കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുന്നേ? ഒരു സ്റ്റാഫിനെ വെച്ച ശമ്പളം കൊടുക്കണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് എത്ര രൂപ കൊടുത്താലാ കൊള്ളാവുന്ന ഒരാളെ കിട്ടുക? അങ്ങനെ കിട്ടിയാൽ തന്നെ ഒരാൾ എത്ര ദിവസം ഉത്തരവാദിത്തത്തോടെ നിൽക്കാനാ? എങ്കിലൊരു കാര്യം ചെയ്, എന്നെ ഡിസൈനിങ് പഠിപ്പിക്ക്. ഞാനവിടെ വന്നിരുന്ന് അഖിലൊപ്പം ജോലി ചെയ്യാം. അപ്പൊ നമ്മുടെ ജോലി നടക്കും, എപ്പോഴും നമുക്ക് കാണുകയും ചെയ്യാം. ബെസ്റ്റ്. എന്നാ പിന്നെ ജോലി നടന്നു തന്നെ. താനൊന്ന് പോയെ. അതെന്താ? അത് പറ്റില്ലേ? ഇയാൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കാത്ത കാര്യമാണത്. അതെന്താ? അത് തന്റെ സ്വന്തം ഷോപ്പല്ലേ? ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വേറെ കടകളുണ്ട്. വെറുതെ ആളുകളെ കൊണ്ട് ചീത്തപ്പേരുണ്ടാക്കണോ? ചീത്തപ്പേര് എങ്ങനെ ഉണ്ടാവാനാ? ഞാനല്ലേ? നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ? അത് പക്ഷെ നാട്ടുകാർക്ക് അറിയില്ലല്ലോ. എടോ, താൻ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒരു രീതിയിൽ എന്നെ കാണാൻ വരികയില്ല. ഞാൻ വരാന്ന് പറഞ്ഞാ താൻ അതിന് സമ്മതിക്കുകയില്ല. എടോ, ഞാൻ സമ്മതിക്കാത്തതല്ല, എന്റെ സാഹചര്യം അതായിട്ടാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അതുവരെ ഒന്ന് ക്ഷമിക്കേ. പറ്റില്ല. എനിക്കിപ്പോ തീരുമാനം അറിയണം. ഇയാൾക്ക് ഇപ്പൊ എന്നെ കാണാൻ വരാൻ പറ്റോ ഇല്ലയോ? ഇയാള് വെറുതെ വഴക്കുണ്ടാക്കാതെ. ഞാൻ പറഞ്ഞതല്ലേ അല്പം ബിസിയാണെന്ന്. താൻ ഇങ്ങനെ വെറുതെ വാശി കാണിച്ച് എപ്പോഴും വഴക്കും പിണക്കുമായിട്ട് തുടരാനാണെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ആരെങ്കിലും ബ്രേക്കപ്പ് പറയോ? താൻ കുറച്ചുകൂടെ മെച്യൂരിറ്റിയോടെ സംസാരിക്കും. ഓ, അപ്പൊ എനിക്ക് മെച്യൂരിറ്റി ഇല്ലെന്നായല്ലേ? എടോ, ഞാൻ പറയുന്നത് താനൊന്ന് കേക്ക്. ഹലോ ഹലോ അഖിൽ. ഹലോ, ഞാൻ വിളിക്കാം. ഹലോ ഹലോ. ഞാൻ വിളിച്ചു പറഞ്ഞ ഡേറ്റ എല്ലാം കിട്ടിയോ അഖിൽ? അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്തു പറ്റി? വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം സമയം കിട്ടിയില്ലേ? സോറി, ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു നുണയായിരുന്നു. ഞാനൊരു റിലേഷൻഷിപ്പിലാണ്. അതിന്റെ ചില ടെൻഷൻ വന്നപ്പോ കുറച്ച് കോൺസെൻട്രേഷൻ മാറിപ്പോയി. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ നമ്മുടെ ജോലിയെ ബാധിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും ജോർജ് സാറ് റെസ്ട്രിക്ഷൻസ് പറയുന്നത്. എനിക്കത് അറിയാം. പക്ഷെ അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല. ഞാൻ പോലും അറിയാതെ ഒരാളോട് ഇഷ്ടം തോന്നി അടുത്ത് പോയതാ. അഖിൽ മനുഷ്യനാണ്, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ ജോലിയെ ബാധിക്കാതെ നോക്കണം. നമ്മുടേത് ഒരു സാധാരണ ജോലിയല്ല. വി ആർ അണ്ടർ കവർ കോപ്സ്. ഈ നാടിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അഖിലിരിക്കെ. എന്താ ഇപ്പൊ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? ഞാൻ എപ്പോഴും അവൈലബിൾ ആകാത്തതിന്റെ പ്രശ്നമാണ്. പെട്ടെന്ന് വിവാഹം വേണമെന്ന് ആ കുട്ടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിച്ചൂടെ? വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ തീർത്തിട്ടേ വിവാഹം നടക്കൂ. കാര്യങ്ങൾ ആ കുട്ടിയോട് തുറന്ന് സംസാരിച്ച് നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തുക. അഖിലിന്റെ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നത് തെറ്റാ. പിന്നെ നമ്മുടെ മിഷൻ അവസാനിക്കും വരെ നമ്മൾ അണ്ടർകവർ പോലീസാണെന്നുള്ള കാര്യം ഒരു കാരണവശാലും ആ കുട്ടി അറിയാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ പറയില്ല. ഓക്കേ.
അപ്പോൾ അഖിൽ തന്നെ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്ത് സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ കണ്ടെത്തി ഡീൽ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. എന്ത് സംഭവിച്ചാലും ഒന്നും നമ്മുടെ ജോലിയെ ബാധിക്കരുത്. ഓക്കെ ജെറി. ഓക്കെ. ആ ഡ്രൈവറെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജോർജ് സാർ ആളെ അയക്കും. തൽക്കാലം നമ്മൾ അയാളെ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ. ഇതാ ജെ ഡി പറഞ്ഞ ഫയൽസ്. കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയില്ലല്ലോ. ഇവിടെ വന്ന് കയറിയിട്ടാണെങ്കിൽ ഒരു സമാധാനവും കിട്ടിയിട്ടുമില്ല. പിന്നെ ഞാൻ വന്ന് അധിക ദിവസം കഴിയുന്നതിന് മുൻപ് ആ കിരണും ദുർഗ ഇങ്ങോട്ട് വന്നില്ലേ, അതോടെ ഉള്ള സമാധാനം കൂടെ പോയി കിട്ടിയില്ലേ. അതുകൊണ്ട് ഇപ്പൊ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറയുന്നത്. കുറച്ചു നാള് സമാധാനമായി എനിക്കും വൃത്തിക്കും അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിപ്പോ കുഞ്ഞു വന്നാലും അങ്ങനെ കഴിഞ്ഞൂടെ? അതൊക്കെ വെറുതെ തോന്നുതാ അപ്പച്ചി. ഒരു കുഞ്ഞുണ്ടായ 3-4 വർഷം ഫുൾ ടൈം കുഞ്ഞിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അത് കഴിയുമ്പോ സ്കൂളിൽ ചേർക്കലായി, തിരക്കായി, അപ്പോഴേക്ക് അടുത്ത കുട്ടിയായി. അങ്ങനെ നമ്മുടെ സമയം മുഴുവൻ കൈവിട്ടു പോവും. നീ പറയുന്നതിലെ കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇപ്പൊ നിനക്കൊരു ഉഗ്രൻ ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ അവര് നിന്നോട് പെരുമാറുന്ന രീതിയൊക്കെ കണ്ടില്ലേ? മോളെ, അതാ ഞാനും പറയുന്നത്. നിനക്ക് ഇന്ദ്രപ്രസ്ഥത്തിലെ രാജ്ഞിയാവാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം ഇത്. നീ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ അവരുടെ രീതികളൊക്കെ മാറിയത് കണ്ടില്ലേ? നിന്നെ അവരിപ്പോ ഇത്രയും കാര്യമായിട്ട് നോക്കുന്നത് നിന്റെ വയറ്റിൽ വളരുന്ന ഇന്ദ്രപ്രസ്ഥത്തിന്റെ അടുത്ത അവകാശിയെ കരുതിയ. അതെ, നിനക്ക് ആ ബോധം ഇല്ലെങ്കിലും ഈ വീട്ടിലുള്ളവർക്ക് ആ ബോധമുണ്ട്. ഈ കുട്ടിയെ നീ വേണ്ടെന്ന് വെച്ചെന്നെങ്ങാനും ഇവിടെ ഉള്ളവരറിഞ്ഞ അതോടെ നിനക്കിപ്പോ കിട്ടുന്ന പരിഗണന ഇല്ലാതാകുന്നു മാത്രമല്ല, നിന്നെ അവര് ചിലപ്പോ ഇവിടെ നിറക്കി വിടാൻ പോലും സാധ്യതയുണ്ട്. അമ്മേ, അല്ല എന്നാലും അപ്പച്ചി. ഒരെന്നാലും ഇല്ല. നിന്റെ വയറ്റിൽ വളരുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യമാണെന്നാ അവര് വിശ്വസിക്കുന്നത്. ഇനി എല്ലാവരും നിന്നെ ശ്രദ്ധിക്കാനും പരിഗണിക്കാനും തുടങ്ങുന്നതോടെ ആ ദുർഗയ്ക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലാതാവും. അതല്ലേ നമുക്ക് വേണ്ടത്? അതെ അശ്വതേ, നീ കൂടുതൽ ആലോചിച്ച് കഷ്ടപ്പെടണ്ട. ഈ വീട്ടിലെ എല്ലാം നിനക്ക് സ്വന്തമാവാനും പൃഥ്വി നിന്റെ വരുതിയിൽ കൊണ്ടുവരാനും എല്ലാത്തിനും ഇത് തന്നെയാ നല്ലത്. നീ വെറുതെ അടിച്ചു പൊളിക്കാൻ സമയം കിട്ടിയില്ല, കറങ്ങാൻ പോയില്ല, നടക്കാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളഞ്ഞാ നീ പെട്ടുപോകും. ഞാൻ പറഞ്ഞേക്കാം.